വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ വിനീതൻ ഉദ്ഘാടന പ്രഭാഷണം സമാപിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആദ്യമായി എല്ലാ നിലക്കുമുള്ള അഭിനന്ദനങ്ങൾ ഈ നാട്ടുകാർക്ക് നേരുകയാണ്. ഉപ്പള മേഖല എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അവസാനത്തെ കുഞ്ഞുമോനാണ് ഉപ്പള മേഖല എന്നുള്ളത്. കാസർഗോഡ് ജില്ലയിലെ 12 മേഖലകളുണ്ട്. ആ 12 മേഖലകളിൽ അവസാനം രൂപീകരിക്കപ്പെട്ട മേഖലയാണ് ഉപ്പള മേഖല എന്നുള്ളത്. രൂപീകരിച്ച് രണ്ടാമത്തെ തവണ തന്നെ കഴിഞ്ഞ വർഷം മണ്ണൻകുഴിയിലും ഏറ്റവും നല്ല ഒരു സർഗലയത്തിന് ഇവിടെ ഇവിടെ നേതൃത്വം നൽകാൻ വേണ്ടി മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിനേക്കാളും മികച്ചതായി ഈ അടുക്കയിൽ നടന്ന ഐതിഹാസികമായ സർഗലയത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഷക്കീൽ അസ്ഹരിയുടെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബറ്റാലിയൻ ടീമൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായിരിക്കുന്ന പ്രതിഫലം നൽകട്ടെ. ഈ ഒരു കൂട്ടായ്മ വിളിച്ചോതുന്നത് ഏതൊരു പരിപാടിയും സമസ്തയുടെ ഏതൊരു മുന്നേറ്റവും കളർഫുള്ളാക്കാൻ ഉപ്പള മേഖലയിലെ സമസ്തയുടെ പടയണികൾ സദാ സന്നദ്ധമാണ് എന്ന സന്തോഷപൂർവമായിരിക്കുന്ന ഒരു വാർത്തയാണ്. സമസ്തയുടെ പരിപാടികൾ അങ്ങനെയാണ്. നമ്മളൊരു പരിപാടിക്ക് വേണ്ടി തുടക്കമിടുമ്പോൾ ആ പരിപാടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി രംഗത്തിറങ്ങുമ്പോൾ വല്ലാത്ത ആശങ്കയാകും. പ്രതികൂലമായി നമ്മുടെ മുമ്പിൽ ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യമുണ്ട്, സമസ്തയുടെ പരിപാടി ഈ നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലൊന്നും സമസ്തയുടെ പേരിലായി നടന്ന, സമസ്തയുടെ കീഴ്ഘടകങ്ങൾ നടത്തിയ, സമസ്തക്ക് വേണ്ടി നടത്തിയ ഒരു പരിപാടിയും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഒരുപക്ഷെ എത്രത്തോളം വിജയിക്കപ്പെടുന്നുവോ അത്രത്തോളം നമ്മൾക്ക് ആശങ്കയും ഉണ്ടാകും. പലപ്പോഴും പരിപാടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഇത്രത്തോളം വിജയിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം വിജയമാകുമെന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല. എവിടെ നിന്നാണ് ഈ സമ്പത്തൊക്കെ കടന്നു വന്നത്? എവിടെ നിന്നാണ് ഈ സൗകര്യങ്ങൾ കടന്നു വന്നത്? എവിടെ നിന്നാണ് ഈ ഒരു സാന്നിധ്യവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളും കടന്നു വന്നത് എന്ന് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ അവസാനം ഏവിറക്കാറുണ്ട്. ആ സന്തോഷത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. 1926 രൂപീകരിച്ചത് കേവലമായിരിക്കുന്ന ചില ആളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ കേരളത്തിൽ കൃത്യമായിരിക്കുന്ന രൂപത്തിൽ നമ്മുടെ മത സംവിധാനം കടന്നുപോയിരുന്നു. ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല, ആരുടെയും ഇടയിൽ വിഭാഗീയതയില്ല. 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ് മുസ്തഫ കമാൽ പാഷയുടെയും റഷീദ് റിളയുടെയും ഒക്കെ ചില മുടന്തൻ ന്യായങ്ങളും ചില ബിദ്അഈ ചിന്തകളും നമ്മുടെ കേരളത്തിന്റെ മണ്ണിലെ പാവപ്പെട്ട മുസൽമാന്റെ ഹൃദയത്തിനെ കടന്നു ചെല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോ, അതല്ലെങ്കിൽ അത്തരത്തിൽ ചെറിയ ഇൻജക്ട് ചെയ്തപ്പോ മഹാരഥന്മാരായിരിക്കുന്ന ആലിമീങ്ങൾ, ആരാ ആലിമീങ്ങൾ? പള്ളിയുടെ അകത്തളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മധുര സ്മരണ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കിതാബുകൾ മുതഅല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ദുനിയാവ് ആഗ്രഹിക്കാത്ത മഹാരഥന്മാർ ഇനിയും ഞങ്ങൾ ഇവിടെ ചടഞ്ഞു കൂടിയിരുന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് 1926 കോഴിക്കോട് ടൗൺ ഹാൾ ഒരുമിച്ചു കൂടിയത്. ആ ഒരുമിച്ചു കൂടൽ വലിയ ചരിത്രമാണ്. ഘോരഘോരമായിരിക്കുന്ന പ്രഭാഷണം ഉണ്ടായില്ല, അധ്യക്ഷ പ്രഭാഷണങ്ങൾ ഉണ്ടായില്ല, ഇതുപോലെയുള്ള വലിയ വലിയ പ്രഭാഷണ മാമാങ്കങ്ങൾ ആ വലിയ സദസ്സിലുണ്ടായിരുന്നില്ല. മറിച്ച് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്, വല്ലാത്ത ഒരു അനർഘനമായിരിക്കുന്ന ഒരു നിമിഷങ്ങൾ അടങ്ങിയ ആ ഒരു സംഗമത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ദുആ ആണ്, ആത്മാർത്ഥമായിരിക്കുന്ന ദുആ ആണ്. ആ ദുആ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ദുആറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാഹുവിനുള്ള തേട്ടം, റബ്ബേ നാളെ ആഖിറ സമാന്റെ കാലഘട്ടം എത്തിയാൽ ആ കാലത്ത് മഹാനായിരിക്കുന്ന ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഭൂലോകത്തേക്ക് വരുമ്പോ ആ ഇമാം മഹദിയുടെ കൈകളിലേക്ക് ഈ സമസ്തയുടെ പതാക എത്തിക്കണമേ എന്ന് ദുആ ചെയ്തു. മഹാനായിരിക്കുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ ദുആ ചെയ്തു. ആമീൻ പറഞ്ഞ് സത്യരായിരിക്കുന്ന ആലിമീങ്ങളാണ്. ആ ഒരു ദുആഇന്റെ പ്രതിഫലനമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, ചില ഒഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകാം, അതൊക്കെയും സമസ്തയുടെ ഖൈറിന് വേണ്ടിയാണ്. കാരണം എല്ലാം ആ ഒരു തരത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ കടന്നുപോയിരിക്കുന്ന ഒരു കാലഘട്ടം തെളിയിച്ചാലാണ് മഹാനായിരിക്കുന്ന ശൈഖുനാ ശംസുൽ ഉലമ 1926 കോഴിക്കോട് വെച്ചുകൊണ്ട് രൂപീകരിക്കപ്പെടുമ്പോ 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ ലോകം റഈസുൽ മുഹഖഖീൻ, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ലോകം റഈസുൽ മുഹഖഖീൻ, സത്യത്തിന്റെ തലവനെ അടയാളപ്പെടുത്തിയ
മഹാനായിരിക്കുന്ന ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു, കണ്ണിയത്തോരുണ്ടായിരുന്നു. ആ കണ്ണിയത്തോര് 1993 ഈ ലോകത്തിന് വിട പറഞ്ഞു പോകുമ്പോഴും 1967 പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന് 26 വർഷം പൂർത്തീകരിച്ച് ഒരു നിയോഗമെന്നോളമാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദ് യാത്രയായത്. അതൊക്കെയും പ്രിയമുള്ളവരെ ഒരു നിയോഗമാണ്. അവരൊക്കെയും നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. സമസ്ത എന്താണ് ഈ സമുദായത്തിന് ചെയ്തെന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട ഈ വൈകിയ സമയത്ത് ഇരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു തരുന്നത്, വലിയ വലിയ ഗോപുരങ്ങൾ സൃഷ്ടിച്ച് നമുക്ക് പറയാൻ ഒരു പക്ഷേ ഉണ്ടാവുകയില്ല. അതിനേക്കാളും അപ്പുറം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അതല്ലെങ്കിൽ പറയാൻ വേണ്ടി പറ്റുന്നത് കേരളീയ മുസ്ലിമീങ്ങളുടെ, അതല്ലെങ്കിൽ ഈ ലോകത്തിലെ മുസ്ലിമീങ്ങളുടെ തന്നെ ആത്മീയപരമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സമസ്ത ഏറ്റെടുത്തുകൊണ്ട് ഈമാൻ സംരക്ഷിച്ചു എന്നുള്ളതാണ്. ഏത് രൂപത്തിലും എല്ലാ രൂപത്തിലും വേണ്ടത് വേണ്ട സമയത്ത് കൊടുത്തു. 1950 കാലഘട്ടത്തിലാണ്, ഇന്ത്യ സ്വതന്ത്രമായ കാലഘട്ടത്തിലാണ് സ്കൂളുകളിൽ മതപഠനം ഒഴിവാക്കപ്പെടുന്നത്. കാരണം ഇന്ത്യ ഈ സ്വതന്ത്രമാകുന്ന കാലഘട്ടത്തിൽ 1947 സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഇന്ത്യയുടെ മുഖം എന്ന് പറയുന്നത് മതേതര മുഖമായിരുന്നു, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംവിധാനമായിരുന്നു. ആ സംവിധാനത്തിൽ അടിയുറച്ചു പോകുന്ന ഇന്ത്യക്ക് ഒരു നാട്ടിൽ വെച്ചുകൊണ്ട് സ്കൂൾ പഠനത്തിൽ മദ്രസ പഠനം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. കാരണം എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു അവസ്ഥ വന്നു. ആ സമയത്താണ് സമസ്ത സമുദായത്തെ രണാങ്കണത്തിലേക്ക് ഇറക്കിയില്ല, സമരമുഖത്തേക്ക് ഇറക്കിയില്ല, സർക്കാരിനെതിരെ പോരാടാൻ വേണ്ടി ആജ്ഞാപിച്ചില്ല, മറിച്ച് ബദൽ സംവിധാനം കൊണ്ടുവന്നു. ആ ബദൽ സംവിധാനം ഇന്ന് 10,000-ൽ പരം മദ്രസകളിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ നാടുകളിലേക്ക് പോയി. ഓരോ സമയത്തും അങ്ങനെയാണ്. മതസമന്വയ വിദ്യാഭ്യാസത്തിന് പ്രസക്തി വരുമ്പോ മഹാന്മാരായിരിക്കുന്ന ആലിമുകൾ ഇരുന്നു കൊണ്ട് ദാറുൽ ഹുദ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് സമസ്ത നേതൃത്വം നൽകി. അതേപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാലഘട്ടത്തിൽ ഫളീല ഫാദില കൊണ്ടുവന്നു, വഫിയ കൊണ്ടുവന്നു, വാഫി കൊണ്ടുവന്നു. അങ്ങനെ ഓരോ സംവിധാനം കൊണ്ടുവന്നു. നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, 3-4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ലോകത്ത് വൈജ്ഞാനിക വിപ്ലവം സമസ്തക്ക് നടത്താൻ കഴിയുമെന്ന് ഇന്ന് ലോകം അത്ഭുതപ്പെട്ടു പോവുകയാണ്. 1000-ഓളം സ്കൂളുകളാണ് അൽബിറായി വളരെയധികം പടർന്ന് പന്തലിച്ചുകൊണ്ട് കിടക്കുന്നത്. കോഴിക്കോട് വരക്കൽ മക്കാമിന്റെ അടുക്കലേക്ക് പോയാൽ അൽബിറിന്റെ ഓഫീസുണ്ട്. ആ ഓഫീസിൽ 100 അപേക്ഷകളുണ്ട്. ഞങ്ങളുടെ നാട് അൽബിറിന്റെ സംവിധാനം കൊണ്ടുവരണം. മദ്രസയുടെ ബിൽഡിംഗിൽ അൽബിർ തുടങ്ങാൻ കഴിയില്ല, ഏതെങ്കിലും ചെറിയൊരു ബിൽഡിംഗിൽ അൽബിർ തുടങ്ങാൻ കഴിയില്ല. വ്യത്യസ്തമായിരിക്കുന്ന രൂപത്തിൽ ഉണ്ടാകണം, കൃത്യമായിരിക്കുന്ന സംവിധാനം ഉണ്ടാകണം. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അൽബിർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് 100 അപേക്ഷകൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നിയമങ്ങൾ കണിശിതമാണ്. എന്തേ സമസ്തക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും ഈ ലോകത്ത് വിപ്ലവം നടത്താൻ സാധിക്കുമെന്ന് ലോകത്തിന് സമസ്ത കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഓർക്കണം, എല്ലാം നൽകിയ സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചില്ല. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സമസ്ത കഴിയാഞ്ഞിട്ടല്ല, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കഴിയാഞ്ഞിട്ടല്ല, അതിന്റെ വിജ്ഞാനം ഇല്ലാഞ്ഞിട്ടല്ല. അങ്ങനെ എങ്ങാനും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു വരുന്നുവെങ്കിൽ 1975 മുതൽ ചില മൊല്ലാക്കന്മാർ വന്നുകൊണ്ട് ഇവിടെ ബദലുണ്ടാകണം, മുസ്ലിം സമുദായ പാർട്ടിക്ക് ബദലുണ്ടാകണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ട ആ ആവശ്യപ്പെടുന്ന മഹാനായിരിക്കുന്ന ശൈഖുനാ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും മൂളിയിരുന്നുവെങ്കിൽ ഇന്നിവിടെ സമസ്തക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുമായിരുന്നു, MP ഉണ്ടാകുമായിരുന്നു, MLA ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതിൽ നിന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ ലക്ഷ്യം ഒന്ന് അതല്ല, മറിച്ച് ഇവിടുത്തെ സമുദായ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി സമസ്ത അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. തള്ളാൻ പറഞ്ഞവരെ തള്ളി, കൊള്ളാൻ പറഞ്ഞവരെ കൊണ്ടു, എല്ലാ നിലക്കും കൃത്യമായി മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ തന്നെ ഇനിയും ഉണ്ടാകണം, അങ്ങനെ തന്നെ ഇനിയും മുന്നോട്ട് പോകണം. ഒരു സംവിധാനം വേണ്ട എന്ന് പറഞ്ഞാൽ ആ സംവിധാനത്തെ പരിപോഷിപ്പിക്കാനില്ല ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാർ ശ്രമിക്കേണ്ടത്. സമസ്ത പറഞ്ഞാൽ അത് ഹക്കുണ്ടാകും, അതിൽ യാഥാർത്ഥ്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി സമസ്തയോടുകൂടെ നിന്നാൽ പാരമ്പര്യത്തിന്റെ കൈമുതൽ നമുക്ക് കൃത്യമായി ഇനിയും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കുക. പ്രതിസന്ധികളും പരാതികളും പരിഭവങ്ങളും വരുമ്പോ സമസ്ത ഇട്ടേച്ചു പോകുന്നവന്റെ പാരമ്പര്യമല്ല സമസ്തക്ക് വേണ്ടത്. അങ്ങനെ പോകുന്നവരല്ല സമസ്തക്കാരൻ, മറിച്ച് എല്ലാ വിഷമത്തിലും എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും എന്റെ ഉമ്മത്തിനെ സംരക്ഷിച്ച മഹത്തായിരിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത. എന്റെ ഈമാൻ സംരക്ഷിച്ച മഹത്തായിരിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത. എനിക്ക് എന്റെ ഉപ്പയെ കൃത്യമായി ഉപ്പയാക്കി മനസ്സിലാക്കാൻ വേണ്ടി എന്നെ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത. എനിക്ക് നിസ്കരിക്കാൻ വേണ്ടി പഠനം നടത്തി തന്ന പ്രസ്ഥാനമാണ് സമസ്ത. എനിക്ക് ഈമാനോ
ഈമാനോടുകൂടി ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി തന്ന പ്രസ്ഥാനമാണ് സമസ്ത. എനിക്ക് ഇസ്സത്തോടുകൂടി ഇവിടെ കടന്നുപോയി ഏതൊരു നാട്ടുകാരന്റെ മുമ്പിൽ പോയാലും എന്റെ നാടിനെ കുറിച്ച് മഹത്തായിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ അവസരം ഒരുക്കി തന്ന പ്രസ്ഥാനമാണ് സമസ്ത. അതുകൊണ്ട് ആ സമസ്തയെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് ഓരോ നാട്ടുകാരുടെയും